തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ശബരിമല വിഷയത്തെ ചൊല്ലി LDF-ൽ ഭിന്നത. ശബരിമല വിവാദങ്ങളാണ് തിരിച്ചടിക്ക് കാരണമെന്ന CPI നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. N വാസുവിനെയും A പത്മകുമാറിനെയും CPM പുറത്താക്കാതിരുന്നത് തിരിച്ചടിക്ക് ആക്കം കൂട്ടിയെന്നും CPI പറയുന്നു. എന്നാൽ പത്മകുമാറിനെതിരെ തൽക്കാലം നടപടിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. വിഷയം നാളത്തെ LDF യോഗത്തിൽ ഉന്നയിക്കാനാണ് CPIയുടെ തീരുമാനം. ശബരിമല വിവാദങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ലെന്ന CPM വാദം അപ്പാടെ തള്ളുകയാണ് CPI. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ശബരിമല വിവാദം പ്രതീക്ഷിച്ചതിലും കൂടുതൽ തിരിച്ചടിച്ചെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. പിന്നാലെ നിലപാട് ആവർത്തിച്ച ബിനോയ് വിശ്വം ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്നും അറിയിച്ചു. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു പരിശോധിക്കും. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലടച്ച പത്മകുമാറിനും വാസുവിനുമെതിരെ CPM സംഘടനാ നടപടിയെടുക്കാത്തത് വിശ്വാസികൾക്കിടയിൽ തെറ്റായ സന്ദേശം ജനിപ്പിച്ചെന്നാണ് CPIയുടെ നിലപാട്. ഇവരെ ഇടതുപക്ഷമായി കണക്കാക്കാനാവില്ലെന്ന P സന്തോഷ് കുമാർ MPയുടെ പ്രതികരണവും CPIയുടെ നിലപാട് പ്രഖ്യാപനമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ അതിശക്തമായ പ്രചരണം നടന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ പ്രചരണം നടത്താൻ ഇടകൊടുക്കുന്ന തരത്തിലുള്ള ചില സംഭവവികാസങ്ങളുണ്ടായി. ആരാധനാലയങ്ങളുടെ നിയന്ത്രണാധികാരത്തിനായി നിയോഗിക്കപ്പെടുന്നവർ സംശുദ്ധവും സുതാര്യവുമായിരിക്കണമെന്ന് CPI മുഖപത്രത്തിന്റെ എഡിറ്റോറിയൽ. അതിൽ പരാജയപ്പെട്ടാൽ മറുപടി നൽകാൻ രാഷ്ട്രീയ നേതൃത്വം കടപ്പെട്ടിരിക്കുന്നുവെന്നും ജനയുഗം CPMനെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ CPIയുടെ നിലപാടുകളെ പൂർണ്ണമായി തള്ളുകയാണ് CPM. ശബരിമല തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ലെന്ന് CPM ആവർത്തിക്കുന്നു. വിഷയം ബാധിച്ചിരുന്നെങ്കിൽ നേട്ടമുണ്ടാക്കുക BJP ആയിരുന്നുവെന്നും CPM. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ജയിലിലായ പത്മകുമാറിനെതിരെ തൽക്കാലം സംഘടനാ നടപടിയില്ലെന്ന മുൻ നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നു. ഒരു മാറ്റമില്ല. എന്തിനു മാറ്റം? ഞങ്ങൾ പറഞ്ഞതില്ല, അങ്ങ് പറഞ്ഞതിന് ഇന്നും ഞങ്ങൾ അങ്ങനെ അവസരവാദപരമായ നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. നോക്കട്ടെ, അന്വേഷണം പൂർത്തിയാവാതെ നടപടിയെടുക്കുന്ന പ്രശ്നമില്ല. സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന CPI വിമർശനത്തിന് നാളെ ചേരുന്ന LDF യോഗത്തിൽ CPM എന്തു മറുപടി നൽകുമെന്നാണ് ഇനി അറിയേണ്ടത്. മീഡിയ 1 തിരുവനന്തപുരം.